സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? നീ ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. ഓക്കെ, നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെ നോതനല്ലേ ഒരു കല്യാണം കൊണ്ടുപോകണം. ആരുടെ കല്യാണം? വെറുതെ ഒന്നും നമ്മള് പ്രൊമോഷൻ കൊടുക്കാറില്ല. എൻ്റെ ഒപ്പം ബിടെക്കിനുണ്ടായിരുന്ന ഒരുത്തൻ്റെ കല്യാണം. കല്യാണം പറ, ഡീറ്റെയിൽസ് പറ. സോ നമ്മള് ഈ വ്ളോഗില് കല്യാണമാണ് കാണാൻ പോണത്. അതെ, പിന്നെ ഫസ്റ്റ് കല്യാണല്ലേ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ? യെസ്, ഞാൻ ഇവിടെ 6 കൊല്ലത്തോളായി. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളുടെ കല്യാണത്തിന് വിളിക്കുന്നത്. മറ്റേ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ എക്സൈറ്റഡ് ആണ്. പിന്നെ ട്രഡീഷണൽ കല്യാണമാണ്. എനിക്ക് അവിടെ ആരും അറിയില്ല, പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ്. വെറുതെ കയറി വരി, എന്നെ മാത്രം വിളിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, ഞാനാ ഫുൾ സെറ്റപ്പ്. അപ്പൊ അവിടെ വെച്ച് കാണാം. ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പൊ ഒരു 3 ദിവസത്തെ ട്രിപ്പായിട്ട് തിരിച്ച് മൺഡേ വന്ന രീതിയിലാണ് പ്ലാൻ. വേറൊരു വലിയ ഇൻഫ്ലുവൻസറെ നമ്മൾ കാണാൻ പോണേ. വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ എല്ലാവരെയും കാണാം, പരിചയപ്പെടാം. അറ്റ് ദ സെയിം ടൈം ഞങ്ങള് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ രാത്രി വെള്ളമടിച്ച് അലമ്പാനും പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം വഴിയെ കാണാം. ഓക്കെ, അങ്ങനെ ടിക്കറ്റ് കളക്ഷനാണ്. ഓൾറെഡി ട്രെയിൻ ലൈനിൽ കൂടെ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു ടിക്കറ്റ്. അപ്പോൾ സ്റ്റേഷനിൽ വന്നത് കളക്ട് ചെയ്തിട്ട് ക്രിക്കിൾവുഡാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് നേരെ സ്റ്റാൻസ്റ്റഡ്. ഇപ്പോൾ 2 ട്രെയിൻ മാറി കയറണം. ഓൾമോസ്റ്റ് ഒരു 2 hours അടുത്തെടുത്തുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ലണ്ടൻ ടു അയർലൻഡ് ഫ്ലൈറ്റ് പോലും അത്രയില്ല. പക്ഷേ ഈ ഒരു ട്രെയിൻ യാത്ര ഇത്തിരി സീന. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. നമുക്കവിടെ ഒരു 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറാൻ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്യൂട്ടി ഫ്രീയിൽ കയറി. കാരണം നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് മേടിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഉണ്ണിയുടെ സജഷനായിരുന്നു എന്തെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് പോവാമെന്ന്. അങ്ങനെ അവരെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു എന്ത് വേണം എന്ന്. എന്നിട്ട് അങ്ങനെ കുപ്പിയൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ആ കുപ്പി കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൻ്റെ കഥ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ ഗേറ്റിലേക്ക് നടക്കുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 1 hour എബവ് ആണ് ഫ്ലൈറ്റ് ടൈമിങ്സ്. ഞങ്ങളപ്പോൾ റൈനെയറാണ് ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു £50 അടുത്തായുള്ളൂ കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ. ഞങ്ങൾ ലഗേജ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ബാക്ക് പാക്ക് മാത്രമായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് ഇപ്പോൾ നോർത്തേൺ അയർലൻഡ് ആണെങ്കിലും വേറെ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും റൈനെയർ, വിസ് എയർ അതൊക്കെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ആണ്. കംഫർട്ട് നോക്കരുത്, കംഫർട്ട് അത്ര ഉണ്ടാവില്ല. ബട്ട് നമുക്കിത് ഓക്കെയാണ്. ജസ്റ്റ് ഒരു 2 hours ട്രാവലിനൊക്കെ ഇത് മോദാനുണ്ട്. അപ്പൊ നമ്മൾ ഫ്ലൈറ്റ് കയറി. ഓൾമോസ്റ്റ് ഒരു 1.5 hour ഞങ്ങൾ ബെൽഫാസ്റ്റ് എത്തിയായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴേക്കും. ഞങ്ങൾ അങ്ങനെ ബെൽഫാസ്റ്റ് എത്തി. നമ്മളവിടെ തന്നെ തണുപ്പ് കൂടുതലല്ലേ? ഈ തണുപ്പത്തല്ലേ നമ്മള് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്. എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതെ, ഞാൻ ഇത്രയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ അവളോട് ചോദിച്ചപ്പോഴേക്കും അവള് പറഞ്ഞത് വേണമെങ്കിൽ ഒരു ജാക്കറ്റ് എടുത്തോ, അത്ര തണുപ്പൊന്നും ഇല്ലാന്നാണ്. ചിലപ്പോ ഇൻഡോർ ആയിരിക്കും. ഞാനേ അവിടെ നാളെ വിളിക്കാം. പിന്നെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനല്ലല്ലോ, എയർപോർട്ട്, എയർ കോച്ചിൽ നിന്ന് അവരുടെ അങ്ങോട്ട് എയർ കോച്ച് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ബസ്സാണ്, ബട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 1 hour സംതിങ് ഉള്ളൊരു റൈഡാണ്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതെടുത്തു. ഞങ്ങളവിടെ പോയിട്ട് ഇവളുടെ ഫ്രണ്ട് അതിലേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. മീൻസ് മേ ബി നൈറ്റ് ആയതുകൊണ്ടായിരിക്കും അത്രയും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഞങ്ങൾ അവളുടെ വീടെത്തി.
നമുക്ക് ശരിക്കും ഫുഡ് കഴിക്കാനുള്ളൊരു വൈബൊന്നും ഇല്ലായിരുന്നു, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും കിടക്കണം എന്നുള്ളൊരു വൈബിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവൾ ഗ്രാൻഡായിട്ട് കുറേ ഫുഡും ഡെസേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് വൈബൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്ന് 4 മണിയെങ്കിലും ആയിട്ടുണ്ടാവും ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട്. അടോണേ നമ്മളുടെ മറ്റേത് അക്സെപ്റ്റ് ചെയ്യാ, നമ്മളിനി ഇങ്ങനെയാണ്. ഇത് ആക്ച്വലി ഉണ്ണിക്ക് ഭാഗ്യമുണ്ട്, ഇതില് ഷുഗർ ഇല്ല. ഓ യെസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് ഒരു 10:30-11 ഒക്കെ ആയപ്പോൾ പതുക്കെ എണീറ്റ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ അടുത്തുള്ള കുറച്ച് സ്പോട്സ് കവർ ചെയ്യാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. രാവിലെ എണീറ്റിട്ട് കയ്യിൽ ബ്രഷും പിടിച്ചിട്ട് ചെയ്യണ പരിപാടിയാ. പല്ലേച്ച് കഴിഞ്ഞിട്ടില്ല. പ്രോമിസായി. എന്ത് കണ്ടാ ഷുഗർ കട്ടായതുകൊണ്ട് കട്ട് ചെയ്ത് അതിനാണ് ഷുഗറൊക്കെ. ഷുഗർ ഉണ്ട്, ഷുഗർലെസ് അങ്ങനെ അഡോൺ സ്പെഷ്യൽ എനിക്കൊരു കോഫി ഉണ്ടായിരുന്നു, അവള് ചായയും കുടിച്ചു. പിന്നെ എന്താ രാവിലെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ദോശയും സാമ്പാറൊക്കെ ആയിരുന്നു. ആദ്യത്തെ ദോശ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ ഇന്നലെ എത്ര രൂപയുടെ അക്കൗണ്ട് വന്നത്? അവളെന്നെ ആട്ടി. അഭിനയിക്കണോക്ക് എന്ത് ബുക്ക് വായിക്കണം? ഇങ്ങനെ ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ഇത് അവരുടെ വീടിൻ്റെ പുറത്ത് തന്നിട്ടുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. ഭയങ്കര അടിപൊളി സ്ഥലം. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ കയറി ഞങ്ങളൊരു 8 മണി നൈറ്റ് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ ടാസ്ക് ഒന്നുമില്ല കേട്ടോ, ഡൊമസ്റ്റിക് ആയി. ഞാൻ എപ്പോഴും ഇന്റർനാഷണൽ ആണെങ്കിൽ ഞാനൊരു 4 hours ഞാൻ എത്തും. കാരണം എനിക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ടാസ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലും ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് എത്തണമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ഇട്ടത്. എത്തി 2 മണിക്കൂർ മുമ്പ് എത്തി. പക്ഷെ ഫ്ലൈറ്റ് ഒരു 20 minutes ഡിലേഡ് ആയിരുന്നു. 2 മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ ഇല്ല, ഡ്യൂട്ടി ഫ്രീ ഉണ്ടായിരുന്നേ. അതെ, ഡ്യൂട്ടി ഫ്രീയിൽ പോയിട്ട് മറ്റേ പെണ്ണുങ്ങള് ഡ്രസ്സ് കണ്ടാ ഷോപ്പ് ചെയ്യണ പോലെ ഒരാൾ കുപ്പിയുടെ സെക്ഷനിലേക്ക് പോയി. ഒരു 1/2 മണിക്കൂർ എടുത്ത് അങ്ങോട്ട് എന്ത് വേണമെങ്കിലും എടുത്തോന്നൊക്കെയുള്ള എന്നോട് എന്ത് വേണമെങ്കിലും എടുത്തോന്നൊക്കെ. അല്ലെ ടാക്കാമാക്ക കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലൈക്ക് 20-22 pounds ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ചീപ്പ്. ഞാൻ ഒരെണ്ണെടുത്ത് കയ്യിലൊക്കെ പിടിച്ച് ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോയി. ബില്ല് ചെയ്ത് ഞങ്ങൾ അതിന്റെ കൂടെ ഒരു ചോക്ലേറ്റും വെള്ളവും എടുത്ത് ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവരൊരു എനിക്ക് തോന്നുന്നു എത്രയാ ടോട്ടൽ എമൗണ്ട്? ടോട്ടൽ ഒരു 30 pound അടുത്തായി, ഇൻക്ലൂഡിങ് കുപ്പി ആൻഡ് സം സ്നാക്സ്. പക്ഷെ ഒരു 8 pound ഒക്കെ വന്നപ്പോഴേക്കും എന്തോ ഒരെണ്ണം ബില്ല് ചെയ്തിട്ടില്ല. അപ്പൊ അവരോട് മറ്റേ എന്താണ് ഒരു നന്മമരം പറഞ്ഞു, ഇത് ബില്ല് ചെയ്തിട്ടില്ല, ഇതൊന്ന് ചെക്ക് ചെയ്യാവോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി നിങ്ങക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ഡൊമസ്റ്റിക് ആടാ പൊട്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എടുത്ത് അവര് തന്നപ്പോ പാക്ക് ചെയ്ത് തന്നപ്പോഴത്തേക്ക് എടുത്തോണ്ട് പോന്നാ മതിയായിരുന്നു. പക്ഷെ നമ്മള് നന്മ മനസ്സിലുള്ളതുകൊണ്ട് ഇവളങ്ങനെ ഞാൻ മറ്റേ സിനോക്ക് 8 pound 8 pound കൊടുത്തിട്ട് പോയി. പക്ഷെ എന്നിട്ട് അത് പറ്റില്ല. അവർ പറഞ്ഞു ചില കുപ്പികൾ കൊണ്ടുപോകുന്ന പറഞ്ഞു. അപ്പൊ വീണ്ടും ആ ഒരു പ്രതീക്ഷ ഉള്ളിൽ കിട്ടി. വീണ്ടും പോയി ആ ചേട്ടൻ്റെ അടുത്ത് വെച്ച് ബെൽഫാസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ മാത്രം കുപ്പികളൊന്ന് കാണിച്ചാലോന്ന് ചോദിച്ചു. റിയസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി 0 alcohol സെഷനിലേക്ക് കൊണ്ടുപോയി. പറഞ്ഞു ഇത് എടുത്തോളൂ എന്ന് പറയാൻ പറഞ്ഞേ. എന്തിനാണ് സാർ തോക്കുന്നുള്ള സീനായി. പിന്നെ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് കയറി ഇവിടെ ഓൾമോസ്റ്റ് ഒരു 11-11:30 ഒക്കെ ആയപ്പോ എത്തി. എയർപോർട്ടിലെത്തി.
എയർ കോച്ച് ഉണ്ട്. അതായത് നമ്മളുടെ ഞങ്ങൾ ആക്ച്വലി നാളത്തെ പരിപാടിക്ക് വല്ല സിമ്പിൾ ആൻഡ് മിനിമൽ എലഗന്റ് ഡ്രസ്സൊക്കെയാണ് എടുത്തോണ്ട് വന്നത്. ഇവളോടും എന്തായാലും പറഞ്ഞിരുന്നോളെ, ഇവളോടും ഞാൻ ചോദിച്ചേടി അവിടെ ഇവള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവിടുത്തെ അവസ്ഥ, കാരണം ഞാൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ, ഞാനിത് അഡ്ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. അതിന്റെ കൂടെ ഞങ്ങൾ നാളെ എന്റെ ഡ്രസ്സ് എന്റെ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ, എന്റെ മറ്റേ ഒരു സാരിയും ഒരു ഫ്രോക്കൊക്കെ, ഞാൻ സ്യൂട്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പ്, കാരണം അതിനോട് ജാക്കറ്റ് ഇടുന്നത് ആ ഒരു വൈബ് പോകുമല്ലോ. ഇവിടെ എത്തി ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മനസ്സിലായി, എനിക്ക് തോന്നണില്ല കാരണം നാളെ ഉച്ചയ്ക്കും നൈറ്റും ഫംഗ്ഷൻ ഉണ്ട്. ഉച്ചക്കുള്ളത് ഓക്കെ മാനേജബിൾ ആണ്, കാരണം നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ വരുമ്പോ കുഴപ്പമില്ല. നൈറ്റ് പക്ഷെ ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ട് അവന്റെ അടുത്ത് ലൈക്ക് ഇൻഡോർ ആണ് പരിപാടി, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നാളെ കാണാം. ഈ ഏരിയ അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്റെ ലൈഫിൽ, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് യൂട്യൂബ് വീഡിയോ ബഡ്ഡിംഗ് യൂട്യൂബർ ഷെഫ് എന്തൊക്കെയാ സ്പെഷ്യൽ? ദോശ വിത്ത് സാമ്പാർ, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ, കുറഞ്ഞു പോയാൽ കട്ടൻ ചായ വിത്ത് കട്ടൻ ചായ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ ഫേസ്ബുക്കിലെല്ലാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അവിടെ ശരിക്കും ആക്ച്വലി ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല വെതറായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. റീല് ചെയ്യണ്ടേ? ആക്ച്വലി ശരിക്കും അതുല്യക്ക് ഭയങ്കര റീലെടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്കും എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മോറൽ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ അധികം എടുക്കാറില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചെന്ന ഡേ തന്നെ പ്ലാൻ ചെയ്ത് കുറേ റീലൊക്കെ എടുക്കണം, ഇവരെയും കൂട്ടി റീലെടുക്കണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇവർക്ക് ഭയങ്കര ചമ്മലാണ്. അതാണ് ഓൾറെഡി ഡാൻസ് റീലൊക്കെ ചെയ്യേണ്ടതാണ്. ഉണ്ണിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 റീല് ആക്ച്വലി സെലക്ട് ചെയ്തിട്ട് അവരെ കാണിച്ചു കൊടുത്തു. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള റീലാണ് നമ്മൾ എടുത്തത്. അടിപൊളി വെതറ്, നല്ല സണ്ണി വെതറ്. പോണ വഴി മറ്റേ എന്താ എന്നെ പറയാ, കടുക് പാടം എന്നൊക്കെയാണ് പറയണത്. എന്താ ക്രോപ്പ് എന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. മൊത്തം നല്ല മസ്റ്റർഡ്, മൊത്തം മറ്റേ എന്താ മഞ്ഞ നിറത്തിലുള്ള സംഭവമൊക്കെ. പക്ഷെ മിക്കതും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ആക്സസ് ഉണ്ടാവില്ല. എന്നാലും നല്ല രസമുള്ള സംഭവം പറയാൻ. ടെമ്പിൾ അവിടെ വന്നിരിക്കുകയാണ്. എന്താണോ ക്യാമറസ് മറക്കണത്? നമ്മള് എങ്ങോട്ടാ പോണേപ്പോ? ആ പേര് പോലും അറിയില്ലട്ടോ. ടെമ്പിൾ. ഓക്കെ, നിക്ക് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇത് യൂട്യൂബ് വീഡിയോ ആണ്. ഇത് അങ്ങനെ തന്നെ ഇത് മുസ്ലിയാർ ടെമ്പിൾ എന്ന് പറയും. അതായത് ഇപ്പൊ ഡോൺ പറഞ്ഞ പോലെ പണ്ട് ഇവിടെ ഒരു മുസ്ലിയാർ ഉണ്ടായിരുന്നു. സമയത്ത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ടൈമാണ്. അപ്പൊ ആ സമയത്ത് ഒരു മറ്റേ മതസൗഹൃദ, ഇതൊക്കെ യൂട്യൂബിലിട്ട് അവിടെയുള്ള ആളുകൾ എന്തല്ലേ ആ മുസ്ലിയാര് ഇവിടെ ഒരു അങ്ങനെ ആ തള്ളൊക്കെ കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം ആ സ്പേസ് ഒക്കെ കണ്ട് വൈബ് ചെയ്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. നല്ല വെതറും നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടും ഇല്ല, ഒരുപാട് തണുപ്പും ഇല്ലാത്തൊരു നല്ല വെതറായിരുന്നു. അതുകൊണ്ട് കുറേ നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ലൊക്കേഷൻ മുസണ്ടൻ ടെമ്പിൾ, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മുസണ്ടൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ നോർത്തേൺ ഐലൻഡിലെ ഒരു ക്ലിഫിൻ്റെ മേലായിട്ട് നിൽക്കുന്ന സീ ഫേസിങ് ആയിട്ടുള്ളൊരു ക്യൂട്ട് റൗണ്ട് ടെമ്പിളാണ്. ശരിക്കും ടെമ്പിളല്ല, 17th സെഞ്ച്വറിയിലൊരു റിച്ച് ബിഷപ്പ് ബിൽഡ് ചെയ്തൊരു ലൈബ്രറി ആയിട്ടാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഓഷൻ വ്യൂ, ഗ്രീൻ ഹിൽസ്, അങ്ങനത്തെ ഒരു നല്ലൊരു സിനിമാറ്റിക് വൈബുള്ളൊരു പ്ലേസാണ്. നടുവും പോയല്ലേ? എല്ലാരും പോണ
അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 5:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അതൊരു 12-നാണ് കഴിച്ചത്. അതുകൊണ്ട് അത്ര നേരം നമുക്ക് പിടിച്ചേക്കാൻ പറ്റി. പിന്നെ അതുല്യ ബാക്കപ്പായിട്ട് കുറച്ച് പഴവും ഫുഡൊക്കെ കാര്യങ്ങൾ കരുതിയിരുന്നതുകൊണ്ട് ലൈറ്റായിട്ട് ഞങ്ങൾ കഴിച്ച് നേരെ നമ്മൾ മെക്ഡിയിലേക്കാണ് പോയത്. മെക്ഡിയിൽ കയറാനുള്ള റീസൺ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ആ ഭാഗത്ത് ഒരു കടകളും ഇല്ല. പിന്നെ ഇത്തിരി അഫോർഡബിൾ ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് മെക്ഡി ആയിരുന്നു. അവിടെ പോയി അടിപൊളിയായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ലൊക്കേഷൻ പ്ലാൻ ചെയ്തത് ഡൺസ്ബറി കാസ്റ്റിലായിരുന്നു. ഓൺ ദ വേ നമ്മൾക്ക് നോർത്തേൺ അയർലൻഡിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. ഒട്ടും നമുക്ക് ബോറടിക്കാത്ത എല്ലാം പുതിയ പുതിയ സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരു ഫീലുള്ളൊരു സ്പേസാണ്. പിന്നെ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു നല്ല ഈവനിങ് ആയിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ ഏകദേശം ഡൺസ്ബറി കാസ്റ്റിൽ ആയത്. നല്ലൊരു ഗോൾഡൻ അവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി അവിടെ ചെന്നിട്ട്. എനിക്ക് തോന്നുന്ന ഇവള് അതുല്യം അഡോണും കൂടെ ഒരു 2-3 ഡേയ്സ് മുമ്പ് ഇവിടെ വന്നിട്ട് ഭയങ്കര അടിപൊളി ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ അത്യാവശ്യം തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. ജസ്റ്റ് ആ ഒരു സ്ഥലം കണ്ട് കുറച്ച് ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു അയർലൻഡിൽ തന്നെയുള്ളൊരു ഫേമസ് ഒരു റോപ്പ് ബ്രിഡ്ജ് ഉണ്ട്, കാരിക്ക റീഡ് എന്നും പറഞ്ഞു. സോ ആ ഒരു നാഷണൽ ട്രസ്റ്റാണ് സംഭവം. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. ബട്ട് ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ലേറ്റായി. അതുകൊണ്ട് നമുക്ക് ആ റോപ്പ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടുള്ള ആക്സസ് ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു സറൗണ്ടിങ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഗോൾഡൻ അവറും കൂടി കിട്ടിയതുകൊണ്ട് നല്ല രസമായിരുന്നു. സോ ആസ് യൂഷ്വൽ ഞാനേടാ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്നും വൈൻഡപ്പായി. ബട്ട് വളരെ അടിപൊളി ലൊക്കേഷനായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആ ഒരു സൺറൈസും കാര്യങ്ങളൊക്കെ എല്ലാം വന്നതും എല്ലാം വെച്ചും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോഴേക്കും പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഈവനിങ് 5 ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തി ചില്ല് ചെയ്ത് വൈബ് ചെയ്തൊക്കെ ഇരിക്കണം എന്നായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് പ്ലേസൊക്കെ കവർ ചെയ്ത് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 9 ഒക്കെ ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. നമുക്ക് ആ ഒരു ജേണിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ്. അതുകൊണ്ട് നല്ല രസമായിരുന്നു സൺസെറ്റ് വൈബ്. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് വീട്ടിലേക്ക് എത്തി. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് നമുക്ക് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകണം. നമുക്ക് വീടെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് മടിയൊക്കെ ആയി. കാരണം ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് എടുത്തിരുന്ന ഡ്രസ്സ് എനിക്ക് കുറച്ച് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എടി എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞു നീ പേടിക്കേണ്ട പോകുന്നേക്ക് നമുക്ക് ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു നൈറ്റ് 11:30 എന്തോ ആയി വീടെത്തിയപ്പോഴേക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇത് ചെയ്യാനുണ്ട്, ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ ഫുഡ് കഴിക്കണം, കിടക്കണം, മോർണിംഗ് എണീക്കണം. ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എന്താണ് നമ്മളുടെ പ്ലാൻ? നാളെ പരിപാടിക്ക് പോകരുത്. എനിക്ക് നാളെ തലവേദനയാണ്. അങ്ങനെ ആ ദിവസം വൈൻഡപ്പായി. ഞങ്ങൾ ഡ്രസ്സും കാര്യമൊക്കെ എല്ലാം സോർട്ടാക്കി എല്ലാവരും കൂടി നൈറ്റ് ഫുഡൊക്കെ എല്ലാം കഴിച്ച് എല്ലാം സെറ്റായി. നാളെ പോകാനുള്ള പിന്നെ നാളെ കല്യാണ പരിപാടിയാണ്, രാവിലെ എണീറ്റ് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ